നമുക്കിന്ന് നമ്മളുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ആരംഭിച്ച നാൾ മുതൽ തന്നെ കൃഷിയിലുള്ള പ്രശ്നമാണ് രോഗങ്ങളും കീടങ്ങളും. രോഗവും കീടവും അന്ന് തൊട്ടേ തുടങ്ങി അതിന് പലതരത്തിലുള്ള ഗവേഷണങ്ങൾ നടത്തി പലതും പരാജയപ്പെട്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1940-ലാണ് DDT. അത് ശരിക്കും പറഞ്ഞാൽ കാർഷിക വിളകളെ മാത്രമല്ല മനുഷ്യരെയും രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കും പറഞ്ഞുകൊണ്ട് രംഗപ്രവേശനം ചെയ്ത ഒന്നാണ് DDT. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അത് ഇറക്കിയത് മൂലം മനുഷ്യർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. അതായത് മനുഷ്യരുടെ ശ്വാസകോശങ്ങളിലും വൃക്ക അന്തസ്രാവ ഗ്രന്ഥികളിലെല്ലാം ഒട്ടിപ്പിടിച്ച് അടിഞ്ഞുകൂടി പലതരത്തിലുള്ള മാരകമായ രോഗങ്ങളും അതുമൂലം വന്നു. പക്ഷേ അത് മനുഷ്യർക്ക് മനസ്സിലായി അതിനെക്കുറിച്ച് ചെറുക്കാനായിട്ട് വർഷങ്ങൾ പിടിച്ചു. മനസ്സിലായോ? അതായത് 1960-ലാണ് അത് ബാൻ ചെയ്തത്. പക്ഷെ ഈ 20 വർഷം മുഴുവൻ നമ്മളുടെയും നമ്മുടെ തലമുറകളിലേക്കും ഇതുകൊണ്ടുള്ള ദൂഷ്യഫലങ്ങൾ വന്നു എന്നുള്ളതാണ് സത്യം. മാത്രമല്ല നമ്മൾക്ക് ഉപകാരപ്രദമായ പല മിത്രകീടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടങ്ങളെ തിന്നുന്ന കീടങ്ങൾ, മിത്രകീടങ്ങൾ, ഇതുപോലെയുള്ള പല മിത്രകീടങ്ങളും ഇതോടൊപ്പം നശിക്കുകയും ഒപ്പം തന്നെ നമ്മളുടെ ശത്രുകീടങ്ങൾക്ക് ആ പ്രതിരോധ ശേഷി വർദ്ധിച്ച് അതുങ്ങൾ ഒരു നേരത്തേക്കാൾ കൂടുതൽ പെരുകി എന്നുള്ളതാണ് സത്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ WHO-യുടെ കണക്കനുസരിച്ച്, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ 50 ലക്ഷം ആളുകളാണ് ഇന്ന് നമ്മുടെ കീടനാശിനികളുടെ ഉപയോഗം മൂലം വൃക്കത്തകരാറുകൾ, അർബുദം, അതോടൊപ്പം തന്നെ അംഗവൈകല്യങ്ങൾ, കരൾ രോഗങ്ങൾ ഇവയെല്ലാം കൊണ്ട് കഴിയുന്നത്. ഇത്രയേറെ ഇത് കണ്ടുപിടിച്ചത്, ഇനിയും കണ്ടുപിടിക്കാത്തത് എത്രയോ കൂടുതലാണ്. ഇതുപോലെ മാത്രമല്ല ഈ രോഗങ്ങളെല്ലാം തലമുറകളോളം നീണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. കീടനാശിനികൾ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തലമുറകളായി ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ നമ്മളുടെ തലമുറകളായി അവരെല്ലാം അനുഭവിച്ചു വരുന്നു. എന്തിനധികം പറയുന്നു, നമ്മളുടെ തരുന്ന കുപ്പിപ്പാനീയങ്ങൾ മുഴുവൻ വിഷമാണ്. മാത്രമല്ല നമ്മൾ ശുദ്ധമാണെന്ന് പറഞ്ഞ് മേടിക്കുന്ന കുപ്പിവെള്ളത്തിൽ പോലും നമ്മളെ നിർദ്ദേശിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി കീടനാശിനികൾ തന്നാണ് ശുദ്ധജലം എന്ന് പറഞ്ഞ് നമുക്ക് തരുന്നത്. ശരിക്കും എല്ലാത്തിലും വിഷമാണ്. വിഷം മാത്രമാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് അത്രയും വിഷത്തിൽ കുളിപ്പിച്ചതാണ്. തമിഴ്നാട്ടിലൊക്കെ നമുക്കറിയാം, കേരളത്തിലേക്ക് ഉള്ളത് വേറെ, അവിടെ അവർക്കുള്ളത് വേറെ. അതുപോലെയാണ് നമ്മൾ കൃഷി ചെയ്ത് നമുക്ക് തരുന്നത്. അമിതമായ വിളവ് തരുമെന്ന ഒരു മിഥ്യാധാരണയിലാണ് എല്ലാവരും ഇതുപോലെയുള്ള ജൈവ വളത്തെയും ജൈവ കീടനാശിനികളെയും എല്ലാം ബഹിഷ്കരിച്ചിട്ട് ഇതുപോലെ കീടനാശിനികളുടെയും അതുപോലൊപ്പം തന്നെ രാസവളങ്ങളുടെയും എല്ലാം പുറകെ. പക്ഷേ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മൾ മാത്രമല്ല നമ്മളുടെ തലമുറകളോളം അതിൻ്റെ നമ്മുടെ മണ്ണ് മുഴുവൻ നശിച്ചു. മണ്ണിലുള്ളതേ മരത്തിലുണ്ടാവുള്ളൂ. നമ്മുടെ മണ്ണിലുള്ളത് മുഴുവൻ നശിപ്പിച്ചു. മാത്രമല്ല ഇത് എല്ലാം വിഷമയമാക്കി. ആരോഗ്യം തരുമെന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുന്നതും അത്രയും നമ്മൾ വിഷമാണ് കഴിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കീടനാശിനിയുടെ അമിത ഉപയോഗം കൊണ്ട് വളരെ നിസ്സാരമാണെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന ചില ജീവികൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ വൈറ്റ് ഫ്ലൈ, അതായത് വെള്ളീച്ചകളെയൊക്കെ വളരെ നിസ്സാരമായി കണ്ടുകൊണ്ടിരുന്ന ഒരു കീടമായിരുന്നു. ശരിക്കും അത് ഒന്നിനും വലിയ പ്രശ്നമില്ല. പക്ഷേ അതൊക്കെ ഇപ്പോൾ വലിയ പ്രശ്നമായി മാറി. കാരണം ഇതുങ്ങളെയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരുന്ന മിത്രകീടങ്ങൾ അത്രയും നശിച്ചു എന്നുള്ളതാണ്. ഇതുപോലെയുള്ള വിഷം അടിച്ചടിച്ച് അതെല്ലാം നശിച്ചു. ഇപ്പം വെള്ളീച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരുവിധം എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമാക്കി. അത്രയ്ക്ക് വലിയ പ്രശ്നം. കാരണം തെങ്ങിലും പേര, ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലാം, ഒരു മുളക്, എല്ലാത്തിലും നോക്കിയാലും വെള്ളീച്ചകൾ വന്നിരിക്കുക. ഈ വെള്ളീച്ചകളെ മാത്രവുമല്ല പല കീടനാശിനികളും ഇതിനെ പ്രതിരോധിക്കാനും തുടങ്ങി. അതൊന്നും ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇപ്പം അത് മാറാത്ത അവസ്ഥ കൂടി വന്നിരിക്കുകയാണ്. അപ്പം ഇതെല്ലാത്തിൻ്റെയും പ്രധാന കാരണം ഇതുപോലെയുള്ള കീടനാശിനികൾ നമ്മൾ ഉപയോഗിച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വന്നു. നമ്മളുടെ ഇന്ത്യയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നത് സ്ഥലത്തിൽ നമ്മൾ 2.6% മാത്രമേ പച്ചക്കറി കൃഷി ചെയ്യുന്നുള്ളൂ. എന്നാൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന കീടനാശിനികളുടെ 18% ഈ പച്ചക്കറികളിലേക്കാണ് ഉപയോഗിക്കുന്നത്.
ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പച്ചക്കറികൾ മുഴുവൻ വിഷമാണ്. ശരിക്കും ഇതൊക്കെ റിപ്പോർട്ടുകൾ, കറക്റ്റായിട്ടുള്ള റിപ്പോർട്ട് മുഖേന കണ്ടുപിടിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് ഈ 18%, വെറും 2.6% മാത്രം കൃഷി ചെയ്യുന്ന പച്ചക്കറികളിലേക്കാണ് 18% കീടനാശിനികൾ മുഴുവനും അടിച്ചു കയറ്റി പ്രശ്നങ്ങൾ. കഴിഞ്ഞ ദിവസത്തെ പേപ്പർ ഞാൻ കണ്ടിരുന്നു. അതിനകത്ത് ഇതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ മുഴുവൻ വിഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര, നമ്മളുടെ വയറ്റിലേക്ക് പോകുന്നത് അത്രയും വിഷമാണ്. ഇപ്പം കീടനാശിനികൾ, അതായത് ശരിക്കും പറഞ്ഞാൽ 650 സാമ്പിളുകൾ പരിശോധിച്ചതിൽ നമുക്ക് 3500% കീടനാശിനികൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട് കണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാത്തിലും ശർക്കര, ഈ ശർക്കരയിലൊക്കെ നമ്മളൊരു പ്രത്യേക തരം കളറ് ചേർക്കുന്നുണ്ട്, റോട്ട്മീൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കരമായ വിഷമാണ്. അതെല്ലാം നമ്മുടെ ശരീരത്തിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ ഈ നമ്മളെല്ലാം കഴിക്കാറുണ്ട് മിച്ചറ്, ഉപ്പേരി, പിന്നെ ഈ ചിക്കൻ മന്തി, അൽഫാം, മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലത്തെ എല്ലാം, പിന്നെ ഈ പ്ലം കേക്ക്, ഇതുപോലെ ഈ ജീരകത്തിലും പരിപ്പ്, ഇതുപോലെ ഈ തൊമരപ്പരിപ്പിലൊക്കെ യൂറിക് ആസിഡൊക്കെ ചേർക്കുന്നത്. അതുപോലെ തന്നെ എല്ലാത്തിലും കീടനാശിനികൾ. കാരണം അത് അത്രയും നാൾ നിൽക്കണം, അതിനുവേണ്ടിയാണ് ഇതുപോലെ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വയറ്റിലേക്ക് ചെല്ലുന്നത് ആരോഗ്യമല്ല നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഈ വിഷം പതുക്കെ സ്ലോ പോയ്സണിങ്, നാം എല്ലാവരും ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുന്നു. ജൈവ കൃഷിയിലെ കീടനിയന്ത്രണത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 4 മെത്തേഡുകളാണുള്ളത്. ഓക്കെ, ഒന്നാമത്തെ മെത്തേഡ് നമ്മൾ മിനറൽ മെത്തേഡ് എന്ന് പറയും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങിനും വാഴയ്ക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്. രണ്ടാമത്തത് ബയോളജിക്കൽ മെത്തേഡ്, പിന്നെ ബയോ പെസ്റ്റിസൈഡ്സിനെ ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡ്, പിന്നെ ഒന്നാണ് ഓർഗാനിക് മെത്തേഡ്. അപ്പം നമുക്കറിയാം, ആദ്യത്തേത് മിനറൽ മെത്തേഡ് നമുക്കറിയാം. നമ്മൾ കുമ്മായവും ചാരവും അതോടൊപ്പം തന്നെ ഉപ്പും ഇട്ട്, അതായത് 4 കിലോ ചാരം, 2 കിലോ കുമ്മായം, 1 കിലോ ഉപ്പ്, 20 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട്, പക്ഷെ തെങ്ങിനും വാഴയ്ക്കും മാത്രം ഉപയോഗിക്കുന്ന ആ ഒരു മിനറൽ മെത്തേഡ്. 3 മിനറൽസ് ആണ്, അതുകൊണ്ടാണ് അത് മിനറൽ മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ആദ്യം ബയോളജിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മിത്രമായിട്ടുള്ള കുറേ പ്രാണികളുണ്ട്. നമ്മളെ ഇപ്പം പക്ഷികളുണ്ട്, അതോടൊപ്പം തന്നെ എട്ടുകാലി, ചെറിയ പുൽച്ചാടികൾ, അതുപോലെ ചിലന്തികൾ, അതുപോലെ കുറേ മിത്രം, അതുപോലെ തന്നെ ലേഡി ബേർഡ് എന്ന് പറയുന്ന ചില വണ്ടുകൾ, ഇതുപോലെയുള്ള ചില ഇതുകൾ നമ്മളുടെ കീടങ്ങളെ തിന്ന് നശിപ്പിക്കും. അതുപോലെ തന്നെ കരിയിലപ്പടകൾ, ഉപ്പൻ, അതുപോലെയുള്ള ഒരുപാട് ഇതുണ്ട്. അതിൽ ജൈവികമായ ഉപാധികൾ ഉപയോഗിച്ച് കീടങ്ങളെ നശിപ്പിക്കുകയാണെങ്കിൽ നമ്മളുടെ മിത്ര കീടങ്ങളെല്ലാം ഒന്നും നശിക്കാതെ തന്നെ അത് തന്നെ ഒരു പെസ്റ്റിസൈഡായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഓർഗാനിക് മെത്തേഡ് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം. അപ്പം മനുഷ്യരുടെ പോലെ തന്നെ പ്രാണികൾക്ക് അവരുടെ ജീവിതത്തിൽ പല ധർമ്മങ്ങളുണ്ട്. ഒന്നാമത് അവരുടെ ആഹാരത്തിന് വേണ്ടിയോ അല്ലെ പാർപ്പിടത്തിന് വേണ്ടിയോ അല്ലെ ശത്രുക്കളിൽ നിന്ന് ഒളിച്ചിരിക്കാനോ അതല്ലെങ്കിൽ നമുക്ക് പ്രജനനത്തിന് വേണ്ടിയോ ഒക്കെയാണ് നമ്മൾ കൂടുതലും ഈ പ്രാണികൾ നമ്മുടെ പ്ലാന്റ്സിനെ ആശ്രയിക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രശ്നം ഇത് ആഹാരത്തിന് വേണ്ടി നമ്മളുടെ ചെടികളെ ആശ്രയിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതൊരു ശരിക്കുള്ള രീതിയിലുള്ള കീടമാവുന്നത്. ശരിക്കും ഇത് എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം എന്നുള്ളതാണ്, ജൈവ രീതിയിൽ എങ്ങനെ നിയന്ത്രിക്കുന്നത്. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ പല ചെടികളും അതിന് ഒരു കീടമോ അതല്ലെങ്കിൽ ഒരു വൈറസോ ഫംഗസോ ഒന്നുമില്ല, നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന കാണാം ഇല്ലേ? പല ചെടികൾ നമ്മൾ പ്രകൃതിയിൽ ശ്രദ്ധിക്കുമ്പോൾ കാണാം. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള നല്ല ശക്തിയുണ്ട്. അതായത് ആടും പശുവും കടിക്കാത്ത ചില ചെടികളുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ എക്സാമ്പിളാണ് ആടലോടകം, കരിനൊച്ചി തുടങ്ങിയവ. അതുപോലെ തന്നെ പലതരത്തിലുള്ള കറ ഉൽപ്പാദിപ്പിക്കുന്ന ചെടികളുണ്ട്, എരിക്ക്, ഉമ്മം, കടലാവണക്ക്, അതുപോലെയൊക്കെയുള്ളത്. അതുപോലെ തന്നെ ചമർപ്പ് രസമുള്ള ഇലയുള്ളതുണ്ട്, ആര്യവേപ്പ്, ആത്ത, കറ്റാറ് വാഴ, കിരിയാത്ത്, അതുപോലെ പച്ചക്കർപ്പൂരം, അവയൊക്കെ അല്ല അതിനൊക്കെ ചമർപ്പ് ചുവട്. അതുപോലെ പിന്നെ അസഹ്യമായ രൂക്ഷഗന്ധമുള്ള ചെടികളുണ്ട്, അതായത് കൊങ്ങിണി, പപ്പായ, കർപ്പൂരം, ശീമക്കൊന്ന, അങ്ങനെയൊക്കെ പല ചെടികളുണ്ട്. അതുപോലെ തന്നെ ചമർപ്പ് രസമുള്ള ചില ചെടി വിത്തുകളുണ്ട്, ആര്യവേപ്പിൻ്റെ കുരു, കടുക്ക, ആത്ത, കാഞ്ഞിരക്കുരു, ഇവയെല്ലാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പല ചെടികളുടെ നീര്, ശരിക്കും ഇടിച്ചു പിഴിഞ്ഞ നീര് ശരിക്കും നമ്മളുടെ ഒരു ജൈവ കൃഷിക്ക് വേണ്ടി, ജൈവികമായ ഒരു നല്ല ഒരു പെസ്റ്റിസൈഡ് ഉണ്ടാക്കാൻ വേണ്ടി വളരെയേറെ ജൈവ കൃഷിക്ക് വേണ്ടി വളരെയധികം പ്രാധാന്യം കൽപ്പിച്ച്
ഇതൊക്കെ കൊണ്ട് എക്സ്ട്രാക്ട് ചെയ്ത് അതിൻ്റെയൊക്കെ ജ്യൂസ് കൊണ്ട് പല രീതിയിൽ മീഡിയയൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു ജൈവ കീടനാശിനിയാണ് നമ്മുടെ ബയോസ്ട്രൈക്ക്. മനസ്സിലായോ? ബയോസ്ട്രൈക്ക് അതാണ് നമ്മുടെ ബയോസ്ട്രൈക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളോളം ഗവേഷണങ്ങളിലൂടെ കണ്ടുപിടിച്ച് മനുഷ്യർക്കും ചെടികൾക്കും എല്ലാം അതുപോലെ തന്നെ നമ്മുടെ മിത്ര കീടങ്ങൾക്കും എല്ലാം സുരക്ഷിതമാണെന്ന് മനസ്സിലാക്കി ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റാണ് ബയോസ്ട്രൈക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലകളിൽ നിന്നുള്ള ചതച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അതിൻ്റെ ബേസ് വേറെയൊക്കെ ഉണ്ട്. അതിൻ്റെ അതായത് പല രീതിയിൽ വലിയ സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചതാണിത്. ഇത് ശരിക്കും എല്ലാ വിളകൾക്കും സമ്പൂർണ്ണ സംരക്ഷണം നൽകുന്നു എന്നുള്ളതാണ് സത്യം. മാത്രമല്ല ഈ ഹ്രസ്വകാല വിളകളുണ്ട്, അതുപോലെ തന്നെ ദീർഘകാല വിളകൾക്കും. ഹ്രസ്വകാല വിളകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ആയിട്ട് നമുക്ക് പച്ചക്കറി വിളകൾ, അതോടൊപ്പം തന്നെ ഇങ്ങനെ വാഴ, മറ്റേ കപ്പ, അങ്ങനെ കുറച്ച് നാൾ കൊണ്ട് നമുക്ക് ആദായം കിട്ടുന്ന വിളകൾക്ക് എല്ലാം ഇത് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ ദീർഘകാല വിളകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങ്, കവുങ്ങ്, റബ്ബർ, തേയില, കാപ്പി അതുപോലെയൊക്കെ. അതോടൊപ്പം തന്നെ സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് കാപ്പി, ഏലം, കുരുമുളക് ഇവയ്ക്കെല്ലാത്തിനെയും കീടങ്ങളെ ഫുൾ നശിപ്പിക്കുന്നു എന്ന് മാത്രമല്ല കീടങ്ങളുടെ മുട്ടയും നശിപ്പിക്കുന്നു. അതാണ് അതിലെ ഗുണം. സാധാരണ നമ്മൾ കീടം മാത്രമല്ല കീടവും അതിൻ്റെ മുട്ടയും നശിപ്പിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്രോഡക്റ്റാണ് SPCയുടെ ബയോസ്ട്രൈക്ക്. ഇപ്പം വിളകളിൽ നമുക്ക് കണ്ടുവരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നീരൂറ്റി കുടിക്കുന്ന എല്ലാ കീടങ്ങളും അതിൻ്റെ മുട്ടകളെ നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇത് കൊടുക്കുന്നത് വഴി ചെടികളുടെ വളർച്ച നല്ല രീതിയിൽ കൂടുന്നു. കാരണം നമുക്കറിയാം നമ്മൾ സാധാരണ കീടങ്ങൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ചെയ്യണം വേപ്പെണ്ണയാണ് അല്ലേ, വേപ്പെണ്ണ. പക്ഷേ വേപ്പെണ്ണ നമ്മൾ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചില കീടങ്ങൾ നശിക്കും എന്നുള്ളത് സത്യമാണ്. എന്നാലും എല്ലാ കീടങ്ങളും നശിക്കൂല, മുട്ട നശിക്കൂല, മാത്രവുമല്ല വളർച്ച അത് മുരടിച്ച് നിൽക്കും. പക്ഷേ നമ്മൾ ഇത് കൊടുക്കുകയാണെങ്കിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. മാത്രമല്ല എല്ലാ ചെടികളുടെയും മുട്ടയും അതുപോലെ തന്നെ ചെടികളിൽ ഉണ്ടാകുന്ന കീടങ്ങളുടെ മുട്ടയും കീടങ്ങളെയും പൂർണ്ണമായി നശിപ്പിക്കാണ്ട്. മാത്രമല്ല ഇത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെടി നല്ല രീതിയിൽ വളരുകയും പുഷ്പിക്കുകയും ഈ പുഷ്പങ്ങൾ ഒരു കൂടുതൽ ശതമാനവും ശരിക്കും പറഞ്ഞാൽ ഒരു 70% അത് കായായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഇതിപ്പോൾ NPK എന്ന് വെച്ചാൽ അതും അതോടൊപ്പം തന്നെ കാൽസ്യവും എല്ലാം ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു കീടനാശിനിയും വളവും കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വളം കൂടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ കീടങ്ങളിലെ തന്നെ എന്താണെന്ന് വെച്ചാൽ ഇലപ്പേനുണ്ട്. ഇലപ്പേൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം ഒരു ചെടി ഒന്ന് കൊടുത്താലും നശിക്കാത്ത ഒരു സാധനം. ഇലപ്പേൻ എന്ന് വെച്ചാൽ ഇലകളുടെ അടിയിൽ കുഞ്ഞു പേനായിട്ട് ഇരുന്നിട്ട് അത് ആ ചെടിയുടെ നീരൂറ്റി കുടിച്ച് ആ ചെടിയെ നശിപ്പിച്ച് ഇല ചുരുണ്ട് ആ ചെടി തന്നെ ഉണങ്ങിപ്പോകുന്ന രീതിയിലാകുന്നതാണ് ഇലപ്പേനുകൾ. ഇതിനുകൾക്ക് അതുപോലെ തന്നെ ഏറ്റവും പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം ഏറ്റവും ആളുകൾ പ്രശ്നത്തിലേക്ക് ഒട്ടും ഇല്ലാതിട്ട് ഇപ്പം പ്രശ്നത്തിലേക്ക് വന്ന ഒന്നാണ് വെള്ളീച്ച ഇല്ലേ. വെള്ളീച്ച എന്ത് ചെയ്താലും വെള്ളീച്ച വരും. ആകെപ്പാടെ നമ്മൾ ചെയ്യുന്നത് ഈ വേപ്പെണ്ണയാണ്, പക്ഷെ അത് ഉടനെ പക്ഷെ വെള്ളീച്ചയ്ക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് നമ്മുടെ ഇത്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഏറ്റവും പറഞ്ഞാൽ വൈറസ് വന്നിട്ട് പല ചെടികളും നശിച്ചു പോകുന്നുണ്ട്. അതിന് പ്രത്യേകമായ മരുന്നൊന്നും ഇപ്പൊ പപ്പായയിലൊക്കെ മൊസൈക്ക് രോഗം വരുന്നത്, ഈ ചേന, ഒരുവിധം പല ചെടികളിലും മൊസൈക്ക് രോഗങ്ങൾ വരുന്നുണ്ട്. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറസാണ്. ഈ വൈറസ് ഫംഗസിന് നമുക്ക് ഫംഗിസൈഡ്സ് ഉപയോഗിക്കാം, പക്ഷെ വൈറസിന് പ്രത്യേകിച്ച് ഒരു മരുന്ന് ഇല്ലെന്നുള്ളതാണ് സത്യം. അപ്പം ഈ വൈറസുകളെ ഒരു സ്ഥലത്തുനിന്ന് ഒരു പ്ലാന്റിൽ നിന്ന് മറ്റേ പ്ലാന്റിലേക്ക് പടർത്തുന്നത് ഈ വെള്ളീച്ചകളും ഇലപ്പേനുകളുമാണ്. അപ്പം നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് വഴി നമ്മൾ ഈ രോഗങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് വൈറസ് രോഗങ്ങൾ പരത്തുന്നത് ഈ വെള്ളീച്ച അതോടൊപ്പം തന്നെ ഇലപ്പേനുകളാണ്. ഇവയെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ നല്ല രീതിയിൽ ചെറുക്കാൻ പറ്റുന്നത്. അപ്പം ഇതൊക്കെയാണ് ഏറ്റവും വലിയ നമുക്ക് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ. ശരിക്കും ഇത് ഉപയോഗിക്കുന്നത് സേഫ് ടു ഈറ്റ് ഒന്ന്. രണ്ടാമത്തെ കാര്യം നമ്മളുടെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു NPKയും കാൽസ്യവും എല്ലാം ഉള്ള ഒരു വളമാണ്. വളർച്ചാ ത്വരിതകം ആണ്. നല്ല രീതിയിൽ വളർച്ച കിട്ടുന്നു. മൂന്നാമത്തെ കാര്യം മിത്രകീടങ്ങൾ
കീടങ്ങളെ വളരാനായിട്ട്. നമ്മുടെ മിത്രകീടങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് പ്രശ്നങ്ങൾ ഒഴിവാക്കാം. നമ്മുടെ നാട്ടിൽ ഈ ഏറ്റവും പറഞ്ഞ കീടനാശിനികൾ ഉപയോഗിച്ച് മിത്ര കീടങ്ങൾ മുഴുവൻ നശിച്ചു. ശരിക്കും നമ്മൾ ഈ രാസകീടനാശിനികൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ വെള്ളവും നമ്മളുടെ എല്ലാം മലിനമായിരിക്കും. നമ്മുടെ അന്തരീക്ഷവും എല്ലാം നമ്മൾ ഉദ്ദേശിച്ച് കഴിക്കുന്ന ഭക്ഷണം മുഴുവനും ശരിക്കും രോഗമായിട്ടാണ് പറയുന്നത്. ഇപ്പോഴും ശരിക്കും ക്യാൻസർ രോഗികൾ വർദ്ധിച്ച് വരുവാണ്. ഇനിയും വേണം RCC ഒക്കെ ഇനിയും തുടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ മുറകൾ കൂട്ടുന്നുണ്ട്. പക്ഷേ എന്നാൽ ഈ കീടനാശിനികളെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളുടെ വയറ്റിൽ നിന്ന് പോകുന്ന സാധനങ്ങൾക്കെല്ലാം പലപ്പോഴും പല ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. എന്നാൽ വയറ്റിലേക്ക് പോകുന്ന ഭക്ഷണ സാധനങ്ങൾക്ക് ഒരു ടെസ്റ്റും നടത്താതെയാണ് ഇപ്പം നടക്കുന്നത്. മാത്രവുമല്ല എത്രയോ കാര്യങ്ങൾ കണ്ടുപിടിച്ചാലും ഇതിനൊക്കെ പൈസ കൊടുത്ത് കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ കഴിക്കുന്ന എല്ലാ പൊടികളും എല്ലാം വെള്ളം ഉൾപ്പെടെ ശരിക്കും പറഞ്ഞാൽ ജനിച്ചു വീഴുന്ന കുട്ടിക്ക് കൊടുക്കുന്ന മുലപ്പാല് പോലും കീടനാശിനിയുടെ അംശം ഉണ്ടെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുപോലും കൺട്രോൾ ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കുക. കാരണം അതിൻ്റെ ഓരോ ലോബികൾ ഇതിനു വേണ്ടി പൈസ കൊടുത്ത് ഇതിനെല്ലാം വീണ്ടും കീടനാശിനികളെല്ലാം തന്ന് അതിനെല്ലാം സബ്സിഡിയും കൊടുത്ത് നാശമാക്കി, പ്രകൃതി മുഴുവനും നാശമാക്കിയിരിക്കുക. ശരിക്കും പറഞ്ഞാൽ കീടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, പ്രകൃതിയുടെ സന്തുലനാവസ്ഥ വിട്ട് ഏതെങ്കിലും ഒരെണ്ണം കൂടുതലായി വളരുന്നു. അത് അങ്ങനെയാണ് കീടം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഏക്കറിലേക്ക് ഒരു 10 50 ഒരു വെള്ളീച്ച വന്നോ അല്ല, അത് പ്രശ്നമല്ല. പക്ഷെ അത് ക്രമാതീതമായി ഒരു ഏക്കറിലല്ല ഒരു ചെടി ആവുന്നത്. ഇന്ന് മനുഷ്യന്റെ ആയുസ് കൂടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാണ്, ആയുസ് ഒരുപാട് ഇതുപോലെയുള്ള ഈ മെഡിസിൻസും അതുപോലെ ശസ്ത്രക്രിയകളും എല്ലാം ചെയ്ത് ആയുസ് കൂടുന്നുണ്ട്. പക്ഷേ രോഗികളായി വളരെ ചെറുപ്പത്തിൽ തന്നെ രോഗികളായി മാറുക. ഈ രോഗങ്ങൾ 98 വയസ്സുള്ള ആൾക്ക് പോലും മൂക്കിൽ കൂടിയും വയറ്റിൽ കൂടിയും എല്ലാം ട്യൂബിട്ട് ആയുസ് നീട്ടിക്കൊണ്ടിരിക്കുക. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആശുപത്രികളുടെ ഒരു രീതിയാണ്. പക്ഷേ നമുക്ക് ആദ്യം മുതലേ നമുക്ക് വേണ്ടത് ആരോഗ്യമാണ്, സേഫായിട്ടുള്ള ജീവിതമാണ് വേണ്ടത്. ആഹാരത്തിൽ കൂടി ആരോഗ്യം. അതിനുവേണ്ടി എപ്പോഴും നമ്മൾ കെടുക്കേണ്ട ഏറ്റവും നല്ല ഒരു കീടനാശിനിയായിട്ട് നമുക്കിന്ന് സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ച ഒരു ബെസ്റ്റ് സാധനമാണ് ബയോസ്ട്രൈക്ക്. SPC ബയോസ്ട്രൈക്ക് വളരെ സേഫാണ്. മാത്രവുമല്ല ഇത് നമ്മളുടെ വളത്തിൻ്റെ കൂടെ നമുക്കിപ്പം ബയോഗ്രോത്ത് ഉണ്ട്, ബയോഗ്രോത്തിൻ്റെ കൂടെയും നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം ഇത് കൊടുക്കേണ്ട ഒരു രീതി 3 തൊട്ട് 5 ml 1 ലിറ്റർ വെള്ളം എന്ന അനുപാതത്തിൽ ചെടികളുടെ ഇലകളിലും തണ്ടിലും സ്പ്രേ ചെയ്ത്, ഒരിക്കലും ചോട്ടിലൊഴിച്ച് കൊടുക്കേണ്ടതുകൊണ്ട് ഗുണമില്ല, കൊടുക്കാൻ പാടില്ല. ഇത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഒരു കീടനാശിനിയാണ്. മാത്രവുമല്ല ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബയോഗ്രോത്തിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഹ്രസ്വകാല വിളകൾക്ക് 7 മുതൽ 10 ദിവസത്തിന് ഇടവേളയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ദീർഘകാല വിളകൾക്ക് 15 മുതൽ 20 ദിവസം വരെ ഇടവേളകളിൽ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ക്വാണ്ടിറ്റി പാക്കിംഗ് എങ്ങനെയാണ്, അതുപോലെ എക്സ്പയറി ഡേറ്റും പ്രൈസും ഒക്കെ. അതായത് എക്സ്പയറി ഡേറ്റ് ഇതിന് ഇല്ല. കാരണം ഇത് എത്രത്തോളം പഴകുന്നോ അത്ര, നമ്മുടെ വൈനിന്റെ കാര്യം പറഞ്ഞ കണക്കാണ്, എത്രത്തോളം പഴകുന്നോ അത്രത്തോളം ഇതിന് അതിന്റെ വീര്യം കൂടി വരികയാണ് ചെയ്യുന്നത്. പക്ഷേ എക്സ്പയറി ഡേറ്റ് പ്രിന്റ് ചെയ്യണ്ട. അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ ചില നിയമങ്ങൾ വെച്ചിട്ട് നമ്മൾ എക്സ്പയറി 3 വർഷം എഴുതണം എന്നുള്ളത് കൊണ്ട് മാത്രം എഴുതി വെക്കുന്നുണ്ട്. ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. മേഡം ഒരു ഡൗട്ട്, പ്രജീഷ് ആണ്. ഈ ബയോസ്ട്രൈക്ക് നമ്മളിപ്പം ഏലത്തിന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നോർമലി നമ്മുടെ കെമിക്കൽ ഉപയോഗിക്കുന്നവരോട് നമ്മളിത് കെമിക്കൽ മാറ്റി ഇത് അടിക്കാൻ പറഞ്ഞാൽ അതിന് എഫക്റ്റ് ഉണ്ടാവുമോ, അതോ അതായത് അത് ചോദിച്ചത് നന്നായി. ബയോസ്ട്രൈക്കിന് ഒരു ഗുണമുള്ള എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കെമിക്കലിന്റെ കൂടെ ആണേലും ജീവാണുക്കളുടെ കൂടെ ആണേലും എല്ലാം ഇത് ഉപയോഗിക്കാം. അപ്പം നമുക്ക് വേണമെങ്കിൽ മറ്റേ കെമിക്കലിന്റെ ഡോസേജ് കുറച്ച് ഇത് നോർമൽ ഡോസേജ് മിക്സ് ചെയ്ത് വിടാൻ പറയാമല്ലോ. പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കീടം ഒരു ചെടിയെ ആക്രമിക്കുന്നത് അതിൻ്റെ മണമോ രുചിയോ കൊണ്ടാണ് പ്രധാനമായിട്ടും അതിനെ ആഹരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ രുചിയിലും മണത്തിലും വ്യത്യാസം വരുത്തി അതിനെ രക്ഷിക്കുന്ന മെത്തേഡാണ്. അതാണ് ജൈവ മെത്തേഡ്.
ഇപ്പം ഞങ്ങളുടെ ഏരിയയിൽ കാണുന്ന ഒരു വാഴകൾക്ക്, ഏത്തവാഴകൾക്ക് കാണുന്ന ഒരു രോഗമാണ് ഒരുതരം പുഴു വന്നിട്ട് എല്ലാ ഇലയും തുളച്ച് അരിപ്പ പോലെ ആക്കുന്നു. അതിനുശേഷം അത് കായയിലേക്ക് വന്ന് കയറും. അതായത് പിണ്ടിപ്പുഴു ഉള്ളിലേക്കുള്ളതിന് നമുക്ക് അത്രയും എഫക്റ്റീവ് അല്ല. പക്ഷെ ഇലകളിലുള്ള എല്ലാ പുഴുക്കൾക്കും അതിന്റെ മുട്ടകൾക്കും എല്ലാം വണ്ടുകളും ഒക്കെ ഉൾപ്പെടുന്ന എല്ലാത്തിനും ഇത് ഉപയോഗിക്കാം. അതിന്റെ മേത്ത് വീഴണം. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഞങ്ങളുടെ ഇവിടെ ഇഞ്ചി കൃഷി പെട്ടെന്ന് നിന്ന് ഒരു അധികം താമസമൊന്നുമില്ല, ഒരു 2-3 ദിവസം കൊണ്ട് മൊത്തം കരിയുന്നു, മഞ്ഞച്ച് ഉണങ്ങുന്ന ഇല. അതൊരു വൈറസ് രോഗം ഇറങ്ങിയിട്ടുണ്ട്. ഒരു വൈറസ് ആണത്. അതിന് ഞാൻ പറഞ്ഞില്ലേ, ഈ വൈറസ് രോഗങ്ങളെല്ലാം പരത്തുന്നത് ഇതുപോലെയുള്ള വെള്ളീച്ചകള്, ഇലപ്പേനുകള്, ഇവയെല്ലാം ആണ്. മനസ്സിലായോ? ഒരിടത്ത്. അപ്പം അതുങ്ങളെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാല് ഇതും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബയോഗ്രോത്ത്, അതാണ് ഇത്. ബയോഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഒരു ദ്രാവക വളമാണ്. മനസ്സിലായോ? നമ്മൾ മണ്ണിലേക്ക് വളം കൊടുക്കുമ്പോൾ ചെടികളിൽ ഒരു 40% മാത്രമേ ചെടികൾ എടുക്കത്തുള്ളൂ, വേരുകൾ കൂടി. എന്നാൽ ഇതുപോലെയുള്ള ദ്രാവക വളങ്ങൾ ചെടികളുടെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ചെടികൾക്ക് പ്രത്യേകമായിട്ട് അത് എടുക്കാനുള്ള ഊർജ്ജം ആവശ്യമില്ല, ഡയറക്റ്റ് എടുക്കാൻ പറ്റുന്നു എന്ന് മാത്രമല്ല, അത് 70 മുതൽ 95% വരെ വളത്തെ പൂർണ്ണമായിട്ട് അത് എടുക്കാനായിട്ട് സാധിക്കുന്നു. പെട്ടെന്ന് ഏതാണ്ട് 48 മണിക്കൂർ കൊണ്ട് അതിന്റെ കാണാൻ പറ്റും നമുക്ക് സ്പഷ്ടമായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് സയന്റിസ്റ്റുകൾ നമ്മളെ വെളിപ്പെടുത്തൂല. എങ്കിൽ പോലും നമ്മൾ പറയുവാണെങ്കിൽ പ്രകൃതിയിലുള്ള ഓരോ മൂലകങ്ങൾ ഏറ്റവും കൂടുതലുള്ള പ്ലാന്റ്സിന്റെ ഒക്കെ എക്സ്ട്രാക്റ്റും അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ്. ഓരോ പല ചെടികളിലായിരിക്കും. ഇപ്പൊ നമുക്കറിയാം അയഡിൻ ഏറ്റവും കൂടുതലുള്ളത് അകത്തിച്ചീരയിലാണ്, ഇല്ലേ? അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ ഇപ്പൊ ശരിക്കും പൊട്ടാസ്യം ഏറ്റവും കൂടുതലുള്ളത് ധൃതരാഷ്ട്രീയ, അതിനകത്താണ് ഏറ്റവും കൂടുതൽ പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ ബോറോൺ അടങ്ങിയിരിക്കുന്നത് എരിക്കിലാണ്. അങ്ങനെ ഓരോ പ്ലാന്റ്സിലും കൂടുതൽ ഇത് ഉള്ള അതിനെ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ കിട്ടും. പിന്നെ അതിന്റെ എല്ലാ ഘടകങ്ങളും നമ്മളെ സയന്റിസ്റ്റ് പറയത്തില്ല, അതാണ് അതിന്റെ നിയമം. അതായത് സമ്പൂർണ്ണ വളമാണ്, അതാണ് രസം. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, അതുപോലെ തന്നെ ബോറോൺ തൊട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട് സിങ്ക്, മാംഗനീസ്, അതുപോലെ എല്ലാ മൂലകങ്ങളും 13 മൂലകങ്ങളും അടങ്ങിയ ഒരു സമ്പൂർണ്ണ വളമാണ്. മനസ്സിലായോ? അതാണ് ഇലകളിൽ മുഴുവൻ വലിച്ചെടുക്കാൻ പറ്റില്ല. എന്തോ സാർ? സാധാരണ ഇതിലിപ്പോ നമ്മുടെ ഏത്തക്കൊല എല്ലാം വെട്ടാറാവുന്നതിന് ഒരു 20 ദിവസം മുമ്പ് ഇപ്പൊ ഇവിടെയുള്ള കർഷകർ കെമിക്കല് ആ കൊലയില് സ്പ്രേ ചെയ്യുന്നുണ്ട്. അതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ കായൊക്കെ നല്ല ഒരേ ഷേപ്പില് ഉരുണ്ട് വരാൻ വേണ്ടിയിട്ടാണ്. അതിന് പകരമായിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ചാൽ നല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഴയെ സംബന്ധിച്ചിടത്തോളം 6 മാസം വരെയാണ് നമ്മൾ വളം കൊടുത്തുമ്പോൾ. കാരണം 6 മാസമാകുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് കൊല വന്നിട്ടുണ്ട്, പിന്നെ പടല തിരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ എത്ര വളം കൊടുത്താലും ഈ പടലകൾ എണ്ണം കൂടത്തില്ല. അതിൻ്റെ വലിപ്പമോ അതോടൊപ്പം തന്നെ അതിൻ്റെ വലിപ്പം, സൈസ്, ഉരുളിമയൊക്കെ കിട്ടുക എന്നല്ലാതെ അപ്പോൾ ഈ 6 മാസത്തിനകം തന്നെ നമ്മൾ നല്ല രീതിയിൽ വളം 6 മാസം വരെ അത് താഴെ നിന്നുള്ള വളം എടുത്ത് ചെയ്യും. എന്നാൽ നമ്മൾ ഇത് കൊടുത്തെന്നോർത്തോ, നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ 6 മാസത്തിന് തൊട്ട് മുമ്പാണേലും ഇത് എടുക്കാനുള്ള സമയം വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അടിസ്ഥാന വളം കൊടുക്കുമ്പോൾ സമയം എടുക്കും. ഇത് സൂക്ഷ്മജീവികൾ വെള്ളത്തോട് ചേർത്ത് ഈ ചെടികളിലേക്ക് കൊടുത്ത് അത് എടുക്കാനായിട്ട് സമയമെടുക്കും. പക്ഷേ നമ്മളിത് ഇലകളിലേക്ക് ജസ്റ്റ് സ്പ്രേ ചെയ്ത് നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 48 മണിക്കൂറിനുള്ളിൽ തന്നെ പെട്ടെന്ന് ചെടി വലിച്ചെടുത്ത് പെട്ടെന്ന് റിസൾട്ട് കാണുമെന്ന് മാത്രമല്ല, ഈ ഉരുളാനും അതോടൊപ്പം തന്നെ നല്ല മധുരവും നല്ല ഗുണവും നല്ല ഷേപ്പും നല്ല എല്ലാത്തിനും ഇത് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇലകളിൽ കൊടുത്താൽ മതി.
ഇത് ഉപയോഗിച്ചാൽ എത്ര നാൾ കൊണ്ട് റിസൾട്ട് അറിയാൻ പറ്റും? ഇത് ഏതുപയോഗിച്ചാലാണ് സാർ ഉദ്ദേശിച്ചത്? ബയോഗ്രോത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 48 മണിക്കൂറിനുള്ളിൽ തന്നെ അത് അവിടെ പ്രവർത്തിച്ചു തുടങ്ങും. എന്തോ ഇത് സ്പ്രേ ചെയ്യുന്ന സമയത്ത് കായയിൽ വീണ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഇത് ശരിക്കും എഡിബിൾ ആയിട്ടുള്ളതാണ്. ഇതിനകത്ത് ഒന്നും ചില സാധനങ്ങൾ ഉപയോഗിച്ചാലേ കായൽ വീണ് കഴിഞ്ഞാൽ അത് കറുത്ത പാടായിട്ട് അവിടെ നിൽക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ അതിന് ഡിമാൻഡ് ഉണ്ടാവില്ല. അങ്ങനെ നിലനിൽക്കുമെന്ന് ചോദിച്ചു. മാഡം, ഈ കുരുമുളക് കൃഷി ദ്രുതവാട്ടത്തിന് ഇത് ഉപയോഗപ്രദമാണോ? അതായത് സാറേ ഇത് അല്ല മാഡം, ഇത് കീടനാശിനിയാണ്. ദ്രുതവാട്ടം എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ഫംഗസ് ഉണ്ടാക്കുന്ന സാധനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഫംഗസുകൾ ഉണ്ടാക്കുന്നത് ഈ കീടങ്ങൾ അവിടെ കൊണ്ടേ ഒരു എണ്ണത്തിൽ നിന്ന് വേറെണ്ണത്തിലേക്ക് അതുങ്ങൾ വാഹകരാണ്, മനസ്സിലായ? അപ്പം നമ്മൾ ഈ വാഹകരെ കൊല്ലുമ്പോൾ നമുക്ക് എന്താ ഗുണം? പകർച്ച കുറയ്ക്കാൻ പറ്റും, മനസ്സിലായ? ഇത് പെസ്റ്റിസൈഡ് ആണ്, നോട്ട് ഫംഗിസൈഡ്. പക്ഷെ ഫംഗിസൈഡ് ആകുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈ രീതിയിൽ. എൽസി മാഡം, ഇതേ തെങ്ങ്, കവുങ്ങ് അതുപോലുള്ള ഉയരുള്ള മരങ്ങളിൽ എങ്ങനെയാണ് ബയോഗ്രോത്ത് ഉപയോഗിക്കുക? അത് ചോട്ടിലൊഴിച്ചു കൊടുക്കണം അല്ലേ? ചോട്ടിലൊഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു 30 ml എടുത്തിട്ട് ഒരു 6 ലിറ്റർ വെള്ളം എങ്കിലും എടുത്ത് മിക്സ് ചെയ്തിട്ട് ചോട്ടിലൊഴിച്ചു കൊടുക്കുക. നിരത്തി ഒഴിച്ചു കൊടുക്കുക വേരുകളിൽ. എന്തോ 30 ml 6 ലിറ്റർ വെള്ളത്തിലല്ലേ? അതെ, അതായത് 5 ml പെർ ലിറ്റർ എന്നുള്ള അനുപാതം. അതിൽ എന്നിട്ട് ചോട്ടിൽ റൗണ്ടിൽ ഒഴിച്ചു കൊടുക്കണോ അതോ റൗണ്ടിൽ? അതായത് വേരുകളിൽ വീഴത്തക്ക രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ തടിയോട് ചേർന്നുള്ള സ്ഥലത്ത് നമുക്ക്, അതൊക്കെ ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, ചെടികൾക്ക് 2 തരം വേരാണ്, ടാപ്പ് റൂട്ടും അത് ഫിബ്രസ് റൂട്ടും. അതായത് തായ് വേരും നാര് വേരും. തായ് വേരെന്ന് പറഞ്ഞാൽ ചെടിയെ പിടിച്ചു വെക്കാനുള്ളതാണ്. അവിടെ കൊണ്ടേ നമ്മൾ വളം ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല, വെറുതെ അത് താഴോട്ട് ഒലിച്ചു പോവുള്ളൂ. നാര് വേരുകളുണ്ട് ദൂരെ, അതായത് ചെടികളെ വളർത്തി എടുക്കുന്ന വേരുകൾ, അവിടെ ഒഴിച്ചു കൊടുക്കണം. എന്തോ 1.5 അടിയെങ്കിലും. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെടികൾ വളം എടുക്കുന്ന വേരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് നോക്കുമ്പോൾ എത്രത്തോളം ഇലച്ചാർത്തുണ്ടോ അവിടെയുള്ള ഇലച്ചാർത്തിന്റെ താഴെയായിട്ടുള്ള വേരുകളാണ് കറക്റ്റായിട്ട് വളർത്തിയെടുക്കുന്നത്. അല്ല, ബയോഗ്രോത്ത് ചെയ്യുക മാത്രമേ രക്ഷയുള്ളൂ കേട്ടോ. അതായത് ഈ കീടത്തിന്റെ മേത്ത് വീഴണം, എന്നാലേ മുട്ടയും ഇതും ചാകുള്ളൂ. അപ്പൊ മോളി പേറിയിട്ട് വല്ല അങ്ങനെ പറ്റുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നല്ലാതെ നമ്മള് ബയോഗ്രോത്ത് ഒരിക്കലും. ഇപ്പം ഞങ്ങളുടെ ഏരിയയിൽ കാണുന്ന ഒരു വാഴകൾക്ക്, ഏത്തവാഴകൾക്ക് കാണുന്ന ഒരു രോഗമാണ്. ഒരുതരം പുഴു വന്നിട്ട് എല്ലാ ഇലയും തുളച്ച് അരിപ്പ പോലെ ആക്കുന്നു. അതിനുശേഷം അത് കായയിലേക്ക് വന്ന് കയറും. അതായത് പിണ്ടിപ്പുഴു ഉള്ളിലേക്കുള്ളതിന് നമുക്ക് അത്രയും എഫക്റ്റീവ് അല്ല. പക്ഷെ ഇലകളിലുള്ള ഇലയ്ക്ക് നമുക്ക് സ്പ്രേ ചെയ്ത് ഇലകളിൽ ഡയറക്റ്റ് കൊടുക്കാനേ പറ്റുള്ളൂ. തെങ്ങിനും കവുങ്ങിനൊക്കെ എങ്ങനെ ബയോഗ്രോത്തിന്റെ പ്രയോഗ രീതി എങ്ങനെയാണ്? അത് ചെടികളുടെ വലിപ്പം അനുസരിച്ച്, അതായത് ഇപ്പം ഒരു 30 ml 6 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചോട്ടിലൊഴി. ഗ്രോത്താ ഞാൻ പറഞ്ഞ കേട്ടോ, ഗ്രോത്ത്, സ്ട്രൈക്ക് അല്ല. ഗ്രോത്ത് നമുക്ക് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം, സ്ട്രൈക്ക് ചോട്ടിലൊന്നും പറ്റൂല, ഇലകളിൽ മേത്ത് വീഴണം കീടത്തിന്റെ. മണ്ണിലും ഇലകളിലും പറ്റും. ബയോ സ്ട്രൈക്ക് ഒള്ളി സ്പ്രേ, മറ്റത് ഡ്രഞ്ചിങ്ങും സ്പ്രേയും ചെയ്യാൻ പറ്റും. എന്തോ റബ്ബർ, അതായത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സാധനങ്ങൾക്കും നമ്മൾ അതിന്റെ മേത്ത് വീണ മാത്രമേ ബയോ സ്ട്രൈക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മേത്ത് വീഴണം. ആ ഇൻസെക്റ്റിന്റെ, ആ കീടത്തിന്റെ മേത്ത് വീണാൽ ആ മുട്ടയും കീടവും നശിക്കും. എന്നാലും മണ്ണിൽ പറ്റത്തില്ല. എന്തോ ഏതോ ബയോഗ്രോത്ത് എത്ര പ്രാവശ്യം കൊടുക്കണം? ഇപ്പൊ ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്ര ദിവസം കൊടുത്തിട്ട്? അതാ ഞാൻ പറഞ്ഞത്, ഹ്രസ്വകാല വിളകൾക്ക് 7 മുതൽ 10 ദിവസം ഇടപെട്ട് നമുക്ക് കൊടുക്കാം. മറ്റേ ദീർഘകാല വിളകൾക്ക് 15 മുതൽ 20 ദിവസം
കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കൊടുക്കാം. അങ്ങനെ എത്ര പ്രാവശ്യം കൊടുക്കാം? അത് നമ്മൾ കൊടുക്കുന്നത് നല്ലതാണോ? ചെടികളുടെ ആരോഗ്യം നമുക്കറിയാം. ഒരു ചെടി തീരെ വീക്കാണെങ്കിൽ നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് നല്ലതാ. പച്ചക്കറികൾക്കൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കൊടുക്കാം. ചെടി നമ്മൾ ഈൽഡ് കൂടുമല്ലേ. നമ്മളിപ്പം ശരിക്കും വളം കൊടുക്കുന്നതിനേലും ശരിക്കും പറഞ്ഞാൽ നമ്മൾ താഴെ വളം കൊടുക്കുന്ന ചെടിക്ക് ഊർജം വേണ്ടി വരുന്നു. ഇത് ഊർജം വേണ്ട. ചെടി പെട്ടെന്ന് ആ ഊർജം കൊണ്ട് പ്രൊഡക്ഷനാ വരുന്നത്. പെട്ടെന്ന് പ്രൊഡക്ഷൻ നിറച്ച് പൂക്കും. പൂകൾ കൂടുതലും കായാകും. വളർച്ചയ്ക്കും നല്ലത്. പിന്നെ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഷേക്ക് വെൽ ബിഫോർ യൂസ്. നല്ല രീതിയിൽ കുലുക്കിയിട്ട് മാത്രം എടുത്ത് ഉപയോഗിക്കുക. ഇതൊക്കെ ഞാൻ പറഞ്ഞു, പല കീടനാശിനികൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഭവിഷ്യത്തുകൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നത് ഏറ്റവും പ്രശ്നമാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം പോലും പലരും ഇതുപോലെയുള്ള കീടനാശിനികൾ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ചെടികളുടെ അടുത്തൊക്കെ ഇച്ചിരി എന്തെങ്കിലും ഒരു വഴുതനയോ ഒരു വെണ്ടയോ നടും. എന്നിട്ട് അതിനകത്ത് കൊണ്ടേ കുറെ കീടനാശിനി ഇടും. തൊട്ടടുത്ത് കിണർ കാണും. ഈ കിണറ്റിലേക്കാണ് ഇത് മുഴുവൻ വീഴുന്നത്. അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. നമ്മള് ഇത് മുഴുവനുമാണ് ഈ വെള്ളത്തിൽ കൂടി നമ്മൾ ധരിച്ച് നമുക്ക് ഇല്ലാത്ത രോഗം, നമുക്ക് ചെടിയല്ലെന്നാ രോഗമാണ് വരുന്നത്. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക, ആളുകളിലേക്ക് എത്തിക്കുക. ഇതൊന്നും എത്തിക്കാൻ ആളുകളില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ശരി. താങ്ക് യു. താങ്ക് യു വെരി മച്ച്.